പറുദീസിൻ വാതിലിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിയിടട്ടെ. മരണം മൂലം വേർപിരിയുന്ന ആത്മാവ് ഇപ്രകാരം പറയുന്നു: സ്വർഗത്തിലേക്കുള്ള എന്റെ ഈ യാത്രാമധ്യേ ഭീകരത നിറയുന്ന അന്തരീക്ഷമാകുന്ന കടവിങ്കൽ നിന്റെ സ്ലീബ എനിക്ക് കൂട്ടായി വന്ന് അന്ധകാരത്തിന്റെ പാഴ്സൈന്യങ്ങളെ തുരത്തി ഓടിക്കുമാറാകട്ടെ. രക്ഷയുടെ കവാടമായ പറുദീസായുടെ വാതിൽ സ്ലീബായാകുന്ന താക്കോൽ കൊണ്ട് തുറന്ന് അകത്ത് പ്രവേശിച്ച് നിന്റെ കൃപയെ ആനന്ദത്തോടെ ഞാൻ വാഴ്ത്തുമാറാകണമേ.
സഹജാതേ ഭൂവാസം നിരസിച്ചോളേ. ആ രാജകുമാരൻ പാർപ്പിക്കും മണിയറ തന്നിൽ താരേയും സുതരേയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെയവൻ നിവസിപ്പിക്കും. നാഥ, നിന്റെ കർത്തൃകൽപ്പന പ്രകാരം മരണമടഞ്ഞ ഈ നിന്റെ ദാസിക്ക് ആശ്വാസം നൽകണമേ. ഈ നശ്വര ലോകനിവാസം നിരസിച്ച സ്വർഗീയ രാജകുമാരന് പ്രിയയായവളെ, അവൻ കൂട്ടായി നിൻ ശ്ലീബ ഭീകരമാ കടവത്തിലാർന്നു. പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ. സ്ലീബ താക്കോല പറുദീസിൻ വാതിലിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിയിടട്ടെ. മരണം മൂലം വേർപിരിയുന്ന ആത്മാവ് ഇപ്രകാരം പറയുന്നു: സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഈ യാത്രാമധ്യേ ഭീകരത നിറയുന്ന അന്തരീക്ഷമാകുന്ന കടവിങ്കൽ നിന്റെ സ്ലീബ എനിക്ക് കൂട്ടായി വന്ന് അന്ധകാരത്തിന്റെ പാഴ് സൈന്യങ്ങളെ തുരത്തി ഓടിക്കുമാറാകട്ടെ. രക്ഷയുടെ കവാടമായ പറുദീസായുടെ വാതിൽ സ്ലീബായാകുന്ന താക്കോൽ കൊണ്ട് തുറന്ന് അകത്ത് പ്രവേശിച്ച് നിന്റെ കൃപയെ ആനന്ദത്തോടെ ഞാൻ വാഴ്ത്തുമാറാകണമേ.
പോകേണ്ടതുകൊണ്ടിരിക്കുന്ന ഭാഗ്യനാട്ടിൽ വാഴ്ത്തിയിടുമേ സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനം നീക്കുന്നേ സ്വർഗഭാഗ്യം എൻ്റെ ഉള്ളമാനം നീക്കുന്നേ കളിച്ചെൻ്റെ സന്തോഷത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ഞാൻ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു ഞാൻ മാർവോ നീടുമേ നേരായ പാതയിൽ സേവനം ചെയ്തു ഞാൻ മാർവോടാണ് നീടുമേ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ശോധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ ഭാഗ്യനാട്ടിൽ ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ശവസംസ്കാര ശുശ്രൂഷയുടെ സമാപന ഭാഗം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കർത്തൃദാസിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുവാനും സ്വർഗസന്നിധിയിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥനയുടെ മംഗളങ്ങൾ ആശംസിപ്പാനുമായി വ്യത്യസ്ത ബന്ധത്തെ മുൻനിർത്തിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാം ആയിരിക്കുന്ന പ്രതികൂലമായ ജീവ സാഹചര്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയിൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ഏവർക്കും ഇടയാകണം എന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏവരും കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവയുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളാൽ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുവിഷ്ട സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വം ആകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവറിയമേ നിനക്ക് സമാധാനം. സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എൻ്റെ ദുർഫലമായ ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹാ, ശുദ്ധമുള്ളവനെയോർത്തുരമേ ബ്രാൻ്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും എന്നാണ് വീക്ഷണമേ. ആമേ. ശുഭോല ബോലമറോവൽ റൂക്കാദീശോ രണ്ട് രോഗം ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. കരുണയുള്ള ദൈവമായി കർത്താവേ, നിന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടു പോയ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങൾ നമ്മോളെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും ഇവൾ നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ വസിക്കുമാറാകണമേ. ഹോശോ അബ്കുല സുബാൻ ജീവനെടുത്തിടുമ്പോൾ ഹാലേ ലോയൗഹാലേ ലോയാമൃതരായി മണ്ണിൽ ചേരുന്നു. കർത്തൃമഹത്വം വാഴട്ടെന്നും ഹാലേ ലോയൗഹാലേ ലോയാ തൻക്രിയകളിലുടയോൻ തെളിയട്ടെ. ബാറക്കുമോ ശുഭല ബോല ബെറോൽ റൂഹു കാദേശോ പ്രിയനാം ലാസറിനെ കബറിൽ എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ. മൃതിഭാഷത്തിനും വിധവാസുതനെ വിടവെച്ചോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതിച്ച് ആരാധിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനുഷ്യരുമായ നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ തമ്പുരാനെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കറുക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിയുമാണ് ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ബക്കുലഹുൻയാവുമോ സ്വതഹായ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്ക് നിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മൗത്വത്തിൽ പരിശുദ്ധ മാലാഖമാരുടെ ഒരുവാനിക്കുന്നവരായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും 10,000 തിരുമുമ്പാകെ പരിപ്രവചിച്ച് പറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂരന്മാരും ശ്രദ്ധയുള്ള ഗണങ്ങളും സ്വർഗമേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. ഉഗ്രമായ ശബ്ദത്തിൽ നീ ആട്ടോസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ എഴിഞ്ഞു പോവുകയും ഭൂമി ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തികളും അതിനകത്താന്ന് വേണ്ടി സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചുള്ള കുറിസമാധാനം ബോധിപ്പിക്കുവാനായി സർവംശങ്ങളും ഗോത്രങ്ങളും പരിപ്രോചനവും ഭയങ്കരവുമായ സംഭാഷണം വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, എല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രത്യാശയിൽ എതിർഭാവിച്ചിരിക്കുന്ന ഈ ദാസി അതിന്റെ വലതുഭാഗം നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിൽ ഞാൻ അവനിൽ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ജീവനുള്ളവരുമായി കൊണ്ടല്ലോ ചുള്ളായ വചനം ഞങ്ങളും ഈ നിന്റെ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലതുഭാഗത്തുനിന്ന് തന്നെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുല സുബ്ഹാൻ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനം 2 ലോകങ്ങളിലും
എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമീൻ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചെന്നരികെ നിന്നേറ്റം ഖേദം തോന്നും നിനദത്തെ. എഴുതുകളെ ബരതരുണന്മാരെയും ബാലന്മാരെയും കണ്ടേൻ പ്രഭുവനിതകളും ദാസികളോ സന്താ ഭാരാവത്തിൽ പാടുന്നു. സമേതം ചോദിച്ചേൻ കേഴും നെന്തിന്നേവം സുന്ദരരെ ബദയോടെന്തിനു പാടിയിടും നെന്നോടോതി മൂടാമിണ്ടാതെ. നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര രുചിരതയെ ഏയുള്ളോർദൻ ഭൂഷ സുഭഗതയെ. മരണമശേഷം മായിക്കും ഈ സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യന് തുല്യം ഈ സൗന്ദര്യം വാഴ്പുൽ കൊടിയന്മേൽ തന്നും തൂമഞ്ഞിന് തുല്യമേ നേര്യം സന്ധ്യ വേളയതിൽ വാടിടും പൂവിന് തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ. കനിയുക കർത്താവേ ജീവൻ നൽകേ തേജോ വസനം നീ അതിനെ അണിയിച്ചിടണമേ സർവാധീശാസ്തോത്രം സ്തോത്രം ദേ. ബലവാനും മഹാകാരുണ്യവാനും ദയാലുവായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയമായ വാസസ്ഥലത്തെ ഇവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവിടെ അർഹയാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻ ദേവേശാനേൻ പരിചാരിക തന്നാത്മത്തെ സസമാധാനം കൈക്കൊള്ളുക. കൺമഷമഖിലം മോചിക്കായി വിളവിധിക്കരുതേ നാഥ. നിർമായൻ നീയേ ഗന്ധാനപരാധികൾ അർഹിച്ചിടും നരകത്തിൽ നിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണം ബാലകുമോ. മൃതിയെ നീണ്ടാമൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ല നിന അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യാനോനം. സാക്ഷാൽ അവകാശികളും ദൽ സുതരും ദാസരും അവരല്ലോ. നിൻ കൈകളിൽ നിന്നവരെ വീൺ ഏകും സ്വർഗമഹാരാജ്യം. മരണത്തെ ഞാൻ നിദ്രാവേദിയുമെല്ലെന്നിൽ ദൈവം നടത്തിയിടും വിധിയോർത്തഞ്ചിടും ഞാൻ മാറക്കുമോ. നീ വാഗ്ദാനത്തിൻ നാടാൻ സ്വർഗമഹത്വം ചാർത്തിയിടും. സോനു ധ്വനിജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടോ. മേലനുവാദാറെ കാന്തനു കാത്തോരാം കന്യാശ്രീകളെ നീ പ്രാപിക്കും സകജേ പുനരുദ്ധാനത്തിൽ. യാകുലലോകമതൻ ചിന്താ വിഷയമായ ആദിമകാലത്തെ എന്മാനസമോടെ സൃഷ്ടിയോ
ഞാൻ വെമ്പേ ശാപത്താൽ മൃത്യുനിമിത്തം വേർവിരയും നാൾ വരെയും നാരിക അത്യധികം വ്യഥയിൽ നാൾ പോക്കി വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു. ജീവൻ പോയി വേർപിരിയും മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവേർപ്പുയരുന്നു. തായില്ല പറവാം കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോദിച്ചിടുന്നു. ഏതിനാരാവും കേൾക്കുന്നോരെല്ലാം ഖേദത്താൽ അവരോടൊപ്പം കരയുന്നു. ബോധൻ ചാരേവം എന്നെ കൊണ്ടിഹ പോയി മാരകബാണത്താ എന്നിൽ ഭ്രമമേറ്റി നിർദ്ധയ പീഡകളാൽ മർദ്ദിച്ചങ്ങൾ കാൺമിൻ വടി മൂന്ന എന്നെ താടിച്ച ജ്ഞാന ശ്രേയഹീന ജ്ഞാനയോദീന നിൻ സൃഷ്ടിയനാഥ കൃപയാൽ പുതുതാക്കാം. സമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയെ നീ നവമാക്കിയിടേണം. അധിബന്ധം ഹൃദയാൽ വേറായി മേരണ്ടായി തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾ അവരും നാഗണമേ പുനരുദ്ധാനത്തിൽ. മോചിക്കുക പാപം മായേക്കുക ദോഷം സത്യമേഴും വിധിയിൽ നാളിൽ പാടേണം. പരിശുദ്ധന്മാരോത്തിവൾ നിൻ സ്തുതിഗീതം വന്നവനും വരുവോ മൃതനുയരും സ്തുതന ശരീരാ മാക്കൾ പാടണമേ. ധൂപ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് കരുവറ്റ യാക്കോബ് ബുദ്ധാന വലിയ പള്ളി ഇടവകയുടെ വികാരിയും നമ്മുടെ ദേവാലയത്തിൻ്റെ മുൻവികാരിയുമായ ബഹുമാനപ്പെട്ട നയനാനും മനച്ചനും പ്രിയപ്പെട്ട മാതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഇപ്പോൾ സംസാരിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണല്ലോ മരണം. ഈ ലോകത്തിൽ ജനിച്ചാൽ നമുക്കൊരു മടക്കമുണ്ട്, ഒരു മടക്കയാത്രയുണ്ട്. അതെപ്പോഴാണ് നമുക്കാർക്കും നിശ്ചയമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, അച്ഛാ എന്താണ് ഇപ്പോഴത്തെ ഭാഗ്യം എന്നൊക്കെ പറയുന്നേ? മരിച്ചു കഴിഞ്ഞാൽ ദൂരെ താമസിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് അന്ത്യവിശ്രമത്തിനായിട്ട് പോകുന്നതിന് മുമ്പ് അല്പസമയം കിടത്തുക, താൻ പണിയെടുപ്പിച്ച വീടിൻ്റെ മുറ്റത്ത് അന്ത്യോപചാരം സ്വീകരിക്കാനായിട്ടൊന്ന് കിടക്കുക, പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് പൂർണ്ണമായിട്ട് ശുശ്രൂഷ ലഭിക്കുക, വൈദികർ വന്ന് പ്രാർത്ഥിക്കുക, കുടുംബക്കല്ലറയിൽ അടക്കം ചെയ്യുക, ഇതൊക്കെയല്ലേ ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനോട് വിയോജിക്കാനൊന്നും പോയില്ല. ആ മനുഷ്യൻ പറഞ്ഞത് സത്യവുമാണ്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എത്രയോ മനുഷ്യരാണ് ഇതൊന്നും സ്വീകരിക്കാതെ ലോകത്തിന് കടന്നു പോകുന്നത്. അവരെ കുറവുള്ളവർ കൊണ്ടോ അവരെ കുറ്റം കൊണ്ടോ ഒന്നുമല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്.
ഈ പ്രിയ മാതാവിനെ സംബന്ധിച്ചിടത്തോളം 90 വർഷക്കാലം ഈ ഭൂമുഖത്തിൽ പാർത്ത് വലിയൊരു കുടുംബത്തിൻ്റെ നാഴികക്കല്ലായി അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായി ഈ ഭൂമിയിൽ ജീവിച്ച് കൊച്ചുമക്കളുടെ മക്കളെയും ഒക്കെ കണ്ട് തലമുറകളെ എല്ലാം നന്മ അനുഭവിച്ച് ഈ ലോകത്ത് നിന്നും കടന്നു പോവുകയാണ്. ആയുസോടിരുന്ന ഈ 90 വർഷക്കാലവും ദേവാലയവും ആരാധനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മക്കൾക്ക് നല്ല മാതൃകയുള്ള മൂല്യങ്ങൾ നൽകിയും ഈ അമ്മ കടന്നു പോവുകയാണ്. ഓരോരുത്തരൊരു ഭാഗ്യമാണ്. 90 വർഷക്കാലം ഈ ഭൂമിയിൽ പാർക്കുവാൻ ദൈവം അനുവദിച്ചല്ലോ. അനുവദിച്ച നാളെല്ലാം ബലിപീഠത്തെ സ്നേഹിച്ചും ദേവാലയത്തെ സ്നേഹിച്ചും പുരോഹിതന്മാരെ ബഹുമാനിച്ചും മക്കൾക്ക് നല്ല ആത്മീയ വഴികൾ കാട്ടിക്കൊടുത്തും അവരെ നന്മ അനുഭവിച്ചൊക്കെ കടന്നു പോകുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും ഈ മാതാവിനെ ഓർക്കുന്നത് എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ വരാനുള്ള ഒരു താല്പര്യം, അതൊരു കണിശക്കാരിയായിരുന്നു ഞാൻ മനസ്സിലാക്കുകയാണ്. ദേവാലയത്തിൽ വരിക എന്ന് മാത്രമല്ല, താമസിച്ച് വരുന്നെങ്കിൽ പോലും കുർബാനാനന്തരം കുർബാന സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കത്തോടെയാണ് കടന്നു വരുന്നത്. 1-2 പ്രാവശ്യം അതിന് സാധിക്കാത്തപ്പോൾ വലിയ പ്രയാസം അനുഭവിക്കുകയും ചെയ്തു. കഴിഞ്ഞ കൊറോണ കാലത്ത്, കൊറോണ ആരംഭിച്ച് ദേവാലയങ്ങൾ പൂട്ടിയ സമയത്ത് ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ വന്ന ഈ അമ്മച്ചയെ കാണാനായിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പള്ളിയിൽ വരാൻ പറ്റിയില്ലെങ്കിലും അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ജീവിതത്തിൽ വലിയ തൃപ്തി ഉണ്ടായി എന്ന് എൻ്റെ മുഖത്തോട് നോക്കി പറഞ്ഞപ്പോൾ എത്രമാത്രം ദേവാലയത്തെയും ദൈവാരാധനയും അതിലുപരി ദൈവത്തെയും സ്നേഹിച്ചു എന്നിരുന്നുള്ളത് ആ മറുപടിയിൽ നിന്നും എനിക്ക് ബോധ്യമായി. ഞാൻ 3 വർഷം ഇവിടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ എല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ വരും. മക്കളെയോ കൊച്ചുമക്കളെയോ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വന്ന് വിശുർബാന സ്വീകരിക്കാനുള്ള താല്പര്യം അത് മക്കൾക്കെല്ലാം പകർന്നു കൊടുത്തിട്ടുണ്ട്. ഒരമ്മയുടെ പുണ്യം അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. തലമുറകളിലൊക്കെ ആത്മീയ അംശം വളർത്തിയിട്ട് കടന്നു പോവുക. അതിലൊരു കൊച്ചുമകനെ ദൈവത്തിന് വേലയ്ക്കായിട്ട് സമർപ്പിക്കുക. ആ കൊച്ചുമകൻ ബലിയർപ്പിക്കുന്ന കാലം ഒക്കെയും അമ്മയുടെ പേര് ആ ത്രോണസിൽ വരയ്ക്കും എന്നുള്ളതൊക്കെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും വലിയൊരു കുടുംബത്തിന്റെ അടിത്തറയാണ് ഇന്ന് നമ്മളിൽ നിന്നും ലോകപ്രകാരം കടന്നു പോകുന്നത്. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു കാരാഗ്രഹ ലേഖനം എന്ന നിലയിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതുമ്പോൾ ദുഃഖത്തിൻ്റെതായുള്ള പ്രയാസത്തിന്റെ സങ്കടത്തിന്റെ ഒക്കെ അനുഭവങ്ങൾ കൂടിയാണ് പൗലോസ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. എങ്കിലും പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാറ്റിനും വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്യുവിൻ. അപ്പോൾ പൗലോസാണ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. മരണം ലാഭകരമായി എണ്ണുന്നത് എപ്പോഴാണ്? ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ, ദൈവാരാധനയെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്തുതിക്കുന്നത് ജീവിതത്തിന്റെ ഏറ്റവും കാതലായ കാര്യം എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പൗലോസ് അങ്ങനെ കരുതിയിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ലോകത്തിൽ ജീവിച്ചാലും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് ഏറെ കാംക്ഷയുണ്ട്. ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടാലും ദൈവത്തെ സ്തുതിക്കുന്ന ആരാധനാ സമൂഹത്തിലേക്ക് ചേരുന്നു എന്നുള്ളതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്. ഈ അമ്മ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവായിരുന്ന ആള് 9 മാസം ജീവനുള്ളവളായി തന്നെയാണ് അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞത്. ഈ ലോകത്തിൽ 90 വർഷക്കാലം ജീവിച്ചപ്പോൾ ജീവനുള്ളവളായി തന്നെയാണ് കഴിയുന്നത്. ഈ ലോകത്തിൽ മാറ്റപ്പെടുമ്പോഴും ദൈവം നൽകിയ ശ്വാസത്തിൽ, ദൈവം നൽകിയ ആത്മാവിൽ ജീവനുള്ള ആളായി തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മരണം ലാഭകരമായിട്ട് എണ്ണുന്നത്. ആരംഭം ക്രിസ്തുവിലാണ്, ക്രിസ്തുവിനോട് കൂടെയാണ് ജീവിച്ചത്, ക്രിസ്തുവിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, ക്രിസ്തുവിലേക്കാണ് മാറ്റപ്പെടുന്നത് ബോധ്യമുള്ളതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ അമ്മയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സങ്കടത്തിനോ ദുഃഖത്തിനോ വിലാപത്തിനോ കണ്ണുനീരിനോ നിരാശയ്ക്കോ ഒന്നും കാര്യമില്ല. കാരണം താൻ പ്രിയൻ വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. നമ്മളെല്ലാവരും മടങ്ങിപ്പോകേണ്ടതാണ്. തീർച്ചയായിട്ടും മക്കളെക്കുറിച്ച്, ഒരാളെക്കുറിച്ച് പോലും ദുഃഖിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതൊക്കെ ജീവിതത്തിലൊരു ഭാഗ്യാവസ്ഥ തന്നെയാണ് എന്ന് ഞാൻ അതുകൊണ്ടാണ് ഇതിന് പറഞ്ഞത്. തീർച്ചയായിട്ടും താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ പ്രിയ മാതാവ് കടന്നു പോകുന്നു. നമുക്ക് മക്കളെ സംബന്ധിച്ചിടത്തോളം അല്പം മുമ്പ് ചൊല്ലിയതുപോലെ എപ്പോഴായാലും അമ്മമാരും അപ്പന്മാരും കടന്നു പോകുമ്പോൾ മക്കൾക്കൊരു വലിയ സങ്കടമാണ്. പകരം വെക്കാനില്ലാത്തൊരു ബന്ധമാണല്ലോ അമ്മയുമായിട്ടുള്ള ബന്ധം. എന്ത് നമ്മൾ പകരം കൊടുത്താലും അത് പകരമാകില്ല. അമ്മയ്ക്ക് നമ്മൾ എന്ത് പകരം കൊടുത്താലും അത് പകരമാകില്ല. തീർച്ചയായിട്ടും അതാണ് അമ്മയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മക്കളെല്ലാം ഒരു ചങ്ങല പോലെ നിലനിൽക്കാനായിട്ട്, അതും കാണാനായിട്ട് ആകുന്നത് തന്നെ അമ്മയുടെ ഒരു ഭാഗ്യമാണ്.
തീർച്ചയായിട്ടും അമ്മ കാണിച്ച ആ നല്ല സുഹൃതങ്ങൾ, നല്ല മൂല്യങ്ങൾ, നല്ല ആത്മീയ അടിത്തറകൾ നിങ്ങളുടെ ജീവിതത്തിൽ പുലരുവാനും അത് തലമുറകൾ കൈമാറ്റം ചെയ്യുവാനായിട്ടും നിങ്ങൾക്കും കഴിയട്ടെ. നിങ്ങളുടെ ദുഃഖത്തിൽ തീർച്ചയായിട്ടും അനുശോചനം അറിയിക്കുന്നു, ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടപ്പെടലിന്റെ അനുഭവത്തിലല്ല, നിത്യാരാധനയുടെ, നിത്യപ്രകാശത്തിന്റെ നിത്യലോകത്തിലേക്ക് ഈ അമ്മ ചേർക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് സഭ മരണത്തിന് നിദ്രയെന്നും വാങ്ങിപ്പെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. ഒരു ഉറക്കമാണ്, ഉണരുന്ന ഒരു സമയമുണ്ട്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഈ ശരീരം ഉണരും. അതുപോലെ ഈ മരണം വിട്ട് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്, ഒരു പുതിയ ലോകത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയാണ് സഭ ഈ മരണം എന്നുള്ളതിന് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയ ലോകത്തിലേക്ക് അമ്മ മാറ്റപ്പെടുന്നു. താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരമായിട്ടുള്ള ആരാധനയുടെ അനുഭവത്തിലേക്കാണ് ഈ അമ്മ ചേർക്കപ്പെടുന്നത്. ദുഃഖിക്കേണ്ട ആവശ്യമില്ല. സമാധാനത്തോടും പ്രത്യാശയോടും നമുക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മുഖാമുഖമായിട്ട് വെള്ള നിലയങ്കി ധരിച്ചവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ കാണാമെന്നും കർത്താവിനെ മുഖാമുഖമായിട്ട് അപ്പോൾ കാണാമെന്നുള്ള വലിയ പ്രത്യാശയിൽ, ആരാധിക്കാമെന്നുള്ള വലിയ പ്രത്യാശയിൽ ഈ അമ്മയെ യാത്ര അയക്കാം. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ. ഈ കുടുംബത്തിൽ നിന്നൊക്കെ ലഭിച്ച കരുതലിനെയും സ്നേഹത്തെയും ഓർക്കുന്നു. എപ്പോഴും ഏറെ ബഹുമാനത്തോടാണ്, പ്രത്യേകിച്ച് ഒരു ആൺമക്കൾ എല്ലാവരും തന്നെ 3 പേരും വളരെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പവും ഒക്കെ നൽകിയിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് യോനാച്ചാനും സമച്ചാനും ഒക്കെ ഏറെ അടുപ്പമുള്ള മനുഷ്യരാണ്. യോനാച്ചാൻ കമ്മിറ്റിയിലൊക്കെ പള്ളിയുടെ ട്രസ്റ്റിയായിട്ടിരുന്ന സന്ദർഭമൊക്കെ ഓർക്കുന്നു. അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഈ അമ്മച്ചിയുടെ കൊച്ചുമകൻ റോബിൻ ആരാധനാ സമൂഹത്തിലെ അവിഭാജ്യ ഘടകമാണ്. അങ്ങനെയൊക്കെ ഈ കുടുംബ ദേവാലയവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ വൈദികർ അനുശോചിക്കുന്നു, വൈദികർ പങ്കുചേരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യവിശ്രമം ഈ അമ്മയ്ക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രാർത്ഥന നിർവഹിക്കുക. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. വല്ലനതുല്യം ഹല്ലേലൂയ, പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു നിൻ ജീവസ്വരമതു നർത്തണമേ. കബറിന് ധ്യാനത്തിനായി സ്തോമൻകാലോസ് ഉയരേകുന്നൊരാജാ, ഉയരത്തിൽ നല്ല ജീവൻ മൃതരാമേവർക്കും കബറുകളുള്ളിൽ നിന്നവരവടീരോടെഴുന്നേറ്റു വീരകം നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്തോൻ പാതാളത്തിൽ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും തന്നരളിന്റെ മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന് ദിവസത്തിൽ സൃഷ്ടിയെ പുതുതാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, എന്റെ ആശ്രത്തെ കുറിച്ച് മരിച്ച് നിന്നോട് നോക്കി പാർക്കണം. മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിലേറെ വസിപ്പിക്കണമേ. ഒന്നവന് വരുവാനിൽ വായൻ വാഴ്ത്തപ്പെട്ടവനാ. ശരീരങ്ങളും ആത്മാക്കളും ശരിയായി നിലച്ചു പറയുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരുടെ മേലും കർത്തൃസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ പ്രിയ മാതാവിന്റെ ആത്മാവിന്റെ മേലും വേർപാടിന്റെ അനുഭവത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും തുടർന്ന് നടക്കുന്നതായ സംസ്കാര ശുശ്രൂഷകളുടെ മേലും ഇപ്പോഴും എന്നാണ് സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ അവിടെ സമാപ്തമായിരിക്കുകയാണ്. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിച്ചവർ ഭാഗ്യവാന്മാർ. ബഹുമാനപ്പെട്ട അജിയച്ഛന്, ഈ പ്രിയപ്പെട്ട മാതാവ് എത്രമാത്രം ദൈവത്തോട്, ദേവാലയത്തോട്, ആരാധനയോട് ചേർന്ന് നിന്നു എന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ട് അനുസ്മരിക്കുകയുണ്ടായി. ആ ഒരു ആഴമായ ബന്ധം ക്രിസ്തുവിൽ മരിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ വ്യാഖ്യാനമാണ്. ഈ കഴിഞ്ഞ
നോമ്പിൻ്റെ കാലയളവിൽ ദേവാലയ അംഗങ്ങളായി ശാരീരികമായ ക്ലേശത്തിലായിരിക്കുന്ന എല്ലാവരെയും വിശുദ്ധ കുർബാനയുടെ സംസർഗത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധ്യമായി. ആയതിൻ്റെ ഭാഗമായും പ്രിയപ്പെട്ട മാതാവിന് വിശുദ്ധ കുർബാന നൽകുവാനായിട്ട് സാധിച്ചു. വെറും 9 മാസത്തെ പരിചയം മാത്രമാണ് എനിക്ക് ഈ ദേശവുമായും പ്രത്യേകിച്ച് ഈ ഭവനവുമായും ഈ മാതാവുമായും ഉള്ളത്. പ്രിയപ്പെട്ട അജി അച്ഛൻ പലവരും ഈ ഭവനത്തിൻ്റെ കാര്യങ്ങളൊക്കെയും സംഭാഷണ വേളയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതൊക്കെയുമാണ് ഇവിടെ അനുസ്മരിച്ചിട്ടുള്ളത്. ഏറെ പ്രത്യാശയോടെയാണ് ഈ മാതാവ് കടന്നു പോകുന്നത്. അതൊരു വലിയ പാഠമാണ്, ഒരു സാക്ഷ്യമാണ്, പിൻതലമുറയ്ക്ക് പിൻപറ്റുവാനുള്ളതായ ഒരു മാർഗദർശനവും കൂടിയാണ്. പ്രിയപ്പെട്ട അജിയച്ഛന് ചെറുമകൻ ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ കൊണ്ട് കടന്നു വരുവാൻ സാധ്യമാകുന്നില്ല എന്നുള്ള ഒരു വേദനയുള്ളപ്പോഴും ബഹുമാനപ്പെട്ട നൈനാനച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അനുദിനം അർപ്പിക്കുന്ന തിരുബലിയിൽ ഈ പ്രിയ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഈ മാതാവിന് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. ഈ പ്രിയ മാതാവ് കാണിച്ചു തന്നിട്ടുള്ളതായ എല്ലാ നല്ല മൂല്യങ്ങളെയും പിന്തുടർന്നുകൊണ്ടാണ് ആ ഭവനത്തിലെ ഓരോ വ്യക്തികളും ഇന്ന് ജീവിതത്തിന്റെ വഴിത്താരയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 3 പേരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. മറ്റുള്ളവരൊക്കെ ഈ സമയത്താണ് 2 പേര് കടന്നു വന്നത്. അവരെ പരിചയപ്പെടുവാനോ കാണുവാനോ ഒന്നും സാധ്യമായില്ല. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. യാത്രയിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അവരെ ദൈവം വഴി നടത്തട്ടെ. അവരെയും മക്കളെയും ചെറുമക്കളെയും കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും സർവശക്തനായ ദൈവം തൻ്റെ വലതുകരം നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മുന്നമേ ഓർമ്മപ്പെടുത്തിയതുപോലെ മാതാവ് നൽകിയിട്ടുള്ളതായ നല്ല മൂല്യങ്ങൾ പിന്തുടർന്നുകൊണ്ട് സമൂഹത്തിനും സഭയ്ക്കും കൊള്ളാകുന്നവരായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 3:30-4 മണിയോട് കൂടിയാണ് ഈ പ്രിയ മാതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. മാതാവിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ചനക്കര മാർ ബസേലിയോസ് ഗ്രിഗോറിയസ് ഇടവക വിളയിൽ വീനത്തേതിൽ കുടുംബം ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭവനമാകുന്നു. അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇടവകയുടെ ട്രസ്റ്റിയായിട്ടൊക്കെ മകന് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതായ എല്ലാവിധമായ നല്ല ശുശ്രൂഷകളെയും ഈ അവസരത്തിൽ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. സ്വർഗസന്നിധിയിൽ നിന്ന് അതിന് പ്രതിഫലം ലഭിക്കാനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു. പ്രിയമാതാവിനെ നമ്മുടെ കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ കാഹളത്തിന് മുഴങ്ങുമ്പോൾ എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം ഇടയാകുമാറ് മാതാവിന്റെ ഭൗതിക ശരീരം പ്രാർത്ഥനകളോടെ സംസ്കരിപ്പാനായിട്ട് ചനക്കര മാർ ബസേലിയോസ് ഗ്രിഗോറിയസ് ഇടവകയിലേക്ക് ഇപ്പോൾ പ്രാർത്ഥനയോടെ കൊണ്ടുപോകുകയാണ്. സംസ്കാര ശുശ്രൂഷയിൽ പരമാവധി 20 പേർക്കാണ് സംബന്ധിപ്പാൻ തക്കവണ്ണം ഈ ഒരു പരിതസ്ഥിതിയിൽ ബഹുമാന്യ റവന്യൂ അധികാരികൾ അനുവാദം നൽകുന്നത്. ആ പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഏവരും സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയമാതാവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഏറ്റവും ബന്ധമായി നിൽക്കുന്ന ഈ അംഗസംഖ്യയിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആളുകൾ മാത്രം ദേവാലയ ശുശ്രൂഷകളിൽ സംബന്ധിപ്പാൻ ഇടയാകുന്ന തരത്തിൽ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. മൃതദേഹം ആംബുലൻസിലാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മെയിൻ റോഡ് വഴിയാണ് ദേവാലയത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശയോടെ സമാധാനത്തോടെ ചുംബനം നൽകി ഈ പ്രിയ മാതാവിനെ യാത്രയാക്കാവുന്നതാണ്. മറ്റുള്ളവർ ദയവായി ഭവനത്തിൽ നിന്ന് തന്നെ പിരിയണം എന്ന്, സ്വഭവനങ്ങളിലേക്ക് പിരിയണം എന്നതും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വത്സലരേ ദൂര തിന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ
പ്രാർത്ഥിച്ചിടുവീൻ. സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവിൻ. മൃതിപാതാള കവാടത്തിൽ മരണത്തിൻ ദൂതൻ തിരകെ വന്നപ്പോ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളികൂട്ടുന്നോർക്കായി എളിവാകും നാഥ. സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവിൻ. മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളികൂട്ടുന്നോർക്കായി വെളിവാകും നാഥ. നിൻ ദൈവികമ വലഭാഗേ നിർത്തണമെന്നേ.
കാലം പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാർത്തിയിടുമ്പോൾ സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു.
അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാക്കുമെല്ലാമെൻ കർത്താവത്രേ. വിധവയ്ക്ക് കാന്തനും സാധുവിനപ്പവും എല്ലാക്കുമെല്ലാമെൻ കർത്താവത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിയിടുമ്പോ. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിയിടുമ്പോൾ ശീഘ്രം വരും
ബഹുകാലം വാഴാൻ ശീഘ്രം വരുന്നെൻ്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴാൻ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ലോകം വെടിഞ്ഞെൻ്റെ സ്വർഗീയ നാടിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിയിടുന്നു. ലോകം വെടിഞ്ഞെൻ്റെ സ്വർഗീയ നാടിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിയിടുന്നു. അന്യൻ പരദേശി എന്നെൻ്റെ മേലെഴുത്തെന്നാൽ സർവസവും എന്റേതത്രേ. അന്യൻ പരദേശി എന്നെൻ്റെ മേലെഴുത്തെന്നാൽ സർവസവും എന്റേതത്രേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞൊന്നും യേശു മാത്രം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.
എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്ന് സാധു എന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കാ വീണ്ടെടുത്തെന്നെ സ്വർഗകനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമായി. തൻ്റെ വേല ചെയ്തുകൊണ്ടും തൻ്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിച്ചിടും നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ പിന്തുടരും. എന്റെ ദേശം ഈ ഭൂമിയല്ല,
രാജ്ഞിയായി മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാറിൽ മുത്തിടും പ്രിയപ്പെട്ട മാതാവിൻ്റെ ഭൗതിക ശരീരം സംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ തക്കവണ്ണം ദേവാലയത്തിൽ സജ്ജമാക്കിയിരിക്കുകയാണ്. 20 പേർക്ക് മാത്രമാണ് പള്ളിയിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം അനുവാദമുള്ളത്. അതുകൊണ്ട് ദയവായിട്ട് ദേവാലയത്തിൽ ധാരാളം സ്ഥലമുണ്ടല്ലോ, ആവശ്യമായ അകലം പാലിച്ചുകൊണ്ട് അകന്നകന്ന് നിൽക്കുവാനായിട്ട് ദയവായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിനോദ് നമ്മുടെ ഇടവകയുടെ ക്രൈസ്ത്യാനിയായിട്ടൊക്കെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മകൻ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഭവനത്തിൽ അനുസ്മരിക്കുകയുണ്ടായല്ലോ. ആ ഭവനം മുഴുവനും ഈ ദേവാലയത്തിൻ്റെ നാളിതുവരെയുള്ള വളർച്ചയിൽ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രൂപേണയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ഭവനമാകുന്നുവല്ലോ. ആ ഭവനത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളതായ എല്ലാ ശുശ്രൂഷകളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇടവകയുടെ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ ക്രൈസ്ത്യാനിയും സെക്രട്ടറിയും ചേർന്ന് ബഹുമാനപ്പെട്ട ബാബു ബി തോമസും ബെന്നി പാപ്പയും ചേർന്ന് മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കുന്നു. മൃതപ്രിയ സമാജത്തിൻ്റെ ആദരവുകൾ അറിയിച്ചുകൊണ്ട് സമാജത്തിന് വേണ്ടി മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കുന്നു. ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കുന്നു. സെൻറ്റ് പീറ്റേഴ്സ് പ്രാർത്ഥനാ യോഗത്തിലാകുന്നു ഈ ഭവനം ചേർന്ന് നിൽക്കുന്നത്. ആ പ്രാർത്ഥനാ യോഗത്തിൻ്റെ എല്ലാവിധമായ ആദരവുകളും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടി മൃതദേഹത്തിൽ ബൊക്കെ സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ന്മാരും ഭാവികളുമാഞ്ഞവരുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടിൽ ലോകം ശരിയപ്പെടുമാറാകണമേ. ആമേൻ. കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട ഈ വ്യർത്ഥലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നല്ല സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ മുഖപ്രസന്നതയോടുകൂടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. പ്രാർത്ഥനതിനു മുമ്പിൽ ശ്രദ്ധിച്ചിടണമെന്യാജനേൻകുഴിയിൽ വീണവരെ പോൽ ഹാലേലുയ്യ. തുണരറ്റൊരു നരനെ പോലായി ഞാൻ പാർക്കുമോ? മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾ ഉദ്ധാനത്തിൻ നാടിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. പാർക്കുമോ? നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയെ നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ.
ബാറക്കുമോ ആത്മാക്കളുടെ സൃഷ്ടിതാവും ശരീരങ്ങളുടെ നിർമ്മിതമായവിടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടിരിക്കുന്നവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഉറപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. ഈ നിരദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടികളായി സോടിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുഗുലുഹുൻ യൗമോ സ്വതഹായാൽമേ. ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവന്റെ ഉറവയും സകലത്തിൻ്റെ സൃഷ്ടാവും ലോകത്തെ അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നതിനായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമശിഹ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകലാത്മാക്കളുടെ രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്ത് നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങൾക്ക് അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ മാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങളപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവനായ സമാധാനമാലാഖമാർ മൂലം ഈ നിന്റെ മകളുടെ ആത്മാവിനെ നാഥ നീ കൈക്കൊള്ളണമേ. ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളികളുടെ ബന്ധനത്തിൽ അതിനെ വിടർത്തണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമാരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഈ നിന്റെ ദാസിക്ക് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ പാപങ്ങളെ പൂർണ്ണമായി പരിഹരിക്കണമേ. തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കണമേ. നിന്റെ മകളുടെ യാത്രയ്ക്ക് എൻ്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലം കൈ നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാവുന്ന ചുഴിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസിയുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ നാഥ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവനും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും നിന്റെ ദാസിയിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ഏകപുത്രൻ്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും നാഥ നിന്റെ മകളുടെ മേൽ ഉദിപ്പിക്കണമേ. വിശ്വസിച്ചതാ ജയമുള്ള സ്ലീബ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഈ നിരാശയിലുണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നവരെ നിന്റെ ദാസിക്ക് കോട്ടയരിയായും കാവൽക്കാരനും സഹായിയും അവിടുന്ന് തന്നെ ആയിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്ത നിന്റെ മഹിമയിൽ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ടെല്ലാ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടതകളെയും വിസ്മരിപ്പാൻ സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരാ ഞങ്ങളെല്ലാവരെയും വയ്ക്കെല്ലാം യോഗ്യരാക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതാനന്ദകാലത്തിൻ്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങൾ അനുഭവിപ്പാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാ ഞങ്ങളെ കടാക്ഷിച്ച് വിലാപത്തിലിരിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ. മ്ലാനവതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകണമേ. നിന്നെ സ്തുതിക്കുന്നവർക്ക് ഏത് സ്ഥാനത്തും അവനവൻ്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, മശിഹായുടെ പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ
അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെ എല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോട് എതിരേൽപ്പാൻ ഞങ്ങളും കാത്തിരിക്കുന്ന കർത്താവേ, മുൻകൂട്ടി ദുരാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിൻ്റെ ദാസരുമായ ഞങ്ങളെല്ലാവരെയും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ വിശുദ്രോഹായെ സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരാക്കി തീർക്കണമേ. ഓശോ വബഹുൽ സുബ്ഹാൻ ലവൽമീം മന്നാലോൻ ഹാബേൽ ഹുസയോദ് ബേദ് ശുബുക്കോനോ ബത്രൈഹോൻ ഉന്മലവോലം വൽമീം. ആമീൻ. വേഗം വന്നെത്തിടേണം നാദാനിന്റെ മുൻപിൽ എൻ ജീവാന്ത്യമെടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിടുമ്പോൾ തുണയാകില്ല നേട്ടങ്ങൾ പൊന്നിന് വിലയില്ലവിടങ്ങും അഗ്നിശോയം ദേവേശൻ വീതിപീഠത്തിലിരിക്കുന്നു ദാനികനുദീനതയില്ലെങ്കിൽ ദാനമാലംബം നൽകില്ല ദീനന് ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേകീടാം സത്തമനെ നരവത്സരനെ അവിടൻ മേടയതോ നേടമൻ അർത്ഥിച്ചിടുന്നേൻ പാറയ്ക്കുമോർ കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം അടിയങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ വിട്ടുമാറിയിരിക്കുന്ന ഈ മാതാവിന്റെ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുടെ പട്ടണത്തിലും ചെന്നു ചേരുവാൻ ഞങ്ങളിലുള്ള മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. ഓരൻ രാജാവേശോകം ക്ലേശം ദേവേശാത്താം ശാശ്വത ജീവ സ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസാത്മാക്കൾ ആശ്വാസം മംഗളവേണം വായിക്കുമോ നന്ദിപത്മജരായേടാൻ വാഴ്ചയിലോപദേശോരാം ജനകന്മാരെ ഓർക്കേണം. ദേവതനോദൻ സ്വർഗത്തിൽ ആശ്വാസം ആത്മാക്കൾ കോപ്പമവർ കേടട്ടെ. നാഥാമൃതയാമി ദാസികേ ഗണവാശ്വാസം ഭൂവാസം നിരസിച്ചോടെ രാജകുമാരൻ പാർപ്പിക്കും മനുഷ്യന് നീ താരേയും സുതരേയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും. കൂട്ടായി നിൻ ശ്രീവാ ഭീകരമാം കടവതിലാർന്നു പാഴിരുളിൽ സേന നിവഹ
പാപത്തെ പായിക്കട്ടെ സ്ലീബ താക്കോലാൽ പറുദേശൻ വാതിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിയിടട്ടെ. നിന്നും ആഹായി പാർക്കുമോ ശ്രീഹാടനും സ്തുതിയും നമ്മുടെ വേദത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിലും പ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖയുടെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മശിഹായിൽ ഉൾപ്പെട്ടവരായി മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയല്ല, എപ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകാലി വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ആഹായി പാർക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നീതിപ്പെട്ടിടണമേ ആടിയാലും കൃപയാലിവളെ രക്ഷിക്കാം. ഹല്ലേലൂയ. പാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്നും വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായതിനേച്ചവനെ സ്തുതികളും അവരുടെ മേത്തിൽ അനുഗ്രഹങ്ങളും നീക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയാം നിന്നും ശരീരയായി തീർന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനും നമ്മുടെ ദൈവവുമാകുന്ന യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് വിപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യം. വീണ്ടും സ്വർഗരാജ്യം മണവാളിൻ്റെയും മണവാട്ടിയുടെ എതിരേൽപ്പിനായിട്ട് ദീപേഷ്ഠകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങൾ ദീപേഷ്ഠകളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദീപേഷ്ഠകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും വന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവൻ്റെ എതിരേൽപ്പിന് പുറപ്പെടുവീൻ. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങൾ ദീപേഷ്ഠകളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദീപേഷ്ഠകൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം ആ മറ്റേ കന്യകമാരും വന്ന്, നാഥ നാഥ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിപ്പീൻ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. പാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പാറക്കുമോ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടി യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയേലായിസോൻ എന്നായി ഏറ്റുചൊല്ലണം. കുറിയേലായിസോ. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിൻ്റെ യഥാർത്ഥ ജീവനാം മശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിദ്രവാവിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കുറിയേലായിസോ. നാം 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കൃപ നിറയും മശിഹാമൃദയം നിന്ദാസിക്കുദ്ധാനം നൽകി നവ്യതയും സ്വർഗേ മോദവുമേ വേണം. കണ്ണുകളിൽ കണ്ണേ ശ്രുതികളിൽ ആരാവം അയ്യം വെളിവായിൽ ഹൃദയകമേ നാഥ നൽകണമാശ്വാസം. വീടവിനിളവില്ലാതോടി നടന്നോളെ കബറതിലേക്കെന്തും നവരന്മാർ നാഥ നൽകണമാശ്വാസം. കനിതിൽ അപരാധ ഹൗവ ചെയ്തപ്പോൾ മാനവവംശത്തിൽ മൃതിഭൂകി നാഥ നൽകണമാശ്വാസം. ഉയരുള്ളോരൊപ്പം മന്ദിരമതിൽ വാണോൾ മൃതരോട് കബറാർന്നാൾ പുനരുദ്ധാനിമികൾ അഴവേടട്ടെ. പ്രാർത്ഥിപ്പിൻ രോഗല്ലായി പോഴുമെന്നെ ഓർപ്പിൻ. ഞാൻ ഹൃദയാൽ വേറിട്ടേൻ പാപത്തെയോർ തഞ്ചും ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻകൂരി സംരക്ഷ പാറയ്ക്കുമോ. പുണ്യം ചെയ്തോളാസി സോമോ നൽകാൻ വന്നേടോ ഈരന്മാർ പറുദീസായിൽ നിർമ്മലമാം നിന്നാത്മത്തെ പൂകിക്കും സന്തോഷിക്കും ധാർമ്മികരോപ്പം നീവാനിൽ. ദേവേശായൻ മാർഗത്തിൽ കൂട്ടായി നിന്ന ശ്രീവായാലൻ ജീവൻ കാത്തിടണം. കർത്താവിനായ തീർപ്പിൽ സ്കീപ്പാമിൽ മോഷ്ടാവെപ്പോഴമ്പ എന്നെ വാഴ്ത്തേണം പാറയ്ക്കുമോ. റഹേൽ മരണമടഞ്ഞപ്പോ യാക്കോബ് അവളെ സംസ്കാരം ചെയ്താധികം ഖേദം പൂണ്ടോ. ഈ മൃതിയെ പ്രതി കേഴേണ്ട ജീവൻ നൽകും അവൾക്കുള്ള സ്ഥിതമാ തിരുമൈരക്തങ്ങൾ. പറക്കുമോ തൻ്റെ കൽപ്പന പ്രകാരം കർത്തൃ പ്രകാരവും ഈ മാതാവിനെ ഈ താൽക്കാലിക ജീവിതത്തിൽ യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായികൾക്ക് അയച്ചു കൊടുക്കണമേ. ഈ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലമുഖാന്തരം ഓയാറിൽ പതിയിരുന്ന ദുഷ്ടാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയങ്ങളിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങൾ വിശുദ്ധന്മാരോടുകൂടി ആനന്ദത്തിലേക്ക് അവളെ ആനയിക്കണമേ. സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബഹുൽ സുബ്ഹാൻ ലവൽ മീൻ. പ്രയത്നങ്ങളുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടി ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. പാറയ്ക്കുമോർ ബസ്മോദാബോ
ദാബറും വദ്രുഹായോ കാദേശുർ ഹായദൽ വോലം വൽമീൻ. നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും എന്നറിയിച്ച പ്രകാരം കർത്താവേതായ തിരുവിഷ്ടം ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ഭസ്മോദാബോം ദാബറോം വദ്രോഹോ കാദേശോ. തീയസൽപുത്രാമൃതിയേറ്റോനെ ഞങ്ങൾ രണ്ടാം മൃതിയെന്നും കനിവാൽ കാക്കാലേലുയ്യ. നിന്നുട നീതിയ എൻ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിനൊഴിയും നിൻ വരസമ്പത്താൽ ഹാലേലുയ്യ. മൃതിയാൽ മൃതരെ മൃതരീന്നും മായിച്ചോനെ ഈശോ നൃപതേ നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ. ഹല്ലേലൂയ. വലിയ വെളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ അസ്ഥികളിന്മേലാശീസം പനി തൂവി. ഹാലേലൂയ. മരണത്തിൻ കാറ്റടിയേറ്റൻ ജീവൻ മാഞ്ഞു നിൻ സത്യാത്മാവെത്തിയനി കുണർവേകട്ടെ. ഹല്ലേലൂയ. കബറിനുയരുടെ പറുദീസിൽ നിന്നെ ഏറ്റും താതാത്മജ വിമലാത്മാവിനെന്നും സ്തോത്രം. കുരിയലായിസോൻ. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നുവെന്ന് അവനോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്ന് പ്രിയരെ വിളിയുന്നേൻ ചെയ്യണം ഞാൻ നേടാൻ അർത്ഥിപ്പീൻ. ഉസ്ലമേ, എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. ുമ്പോഴും വെളിവാക്കാ വിസ്മയമീക്ഷിപ്പാൻ. കോട്ടയാ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ ഉസ്ലേം പണിയപ്പെട്ടിരിക്കുന്നു. ശ്രോമോ നൽകി ശ്രോമോയുടെ പോവിൻ ഇനി എന്നേക്കും ശ്രോമോ ഇത് തന്നെ. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. നിങ്ങളുടെ ഭരണം മഷിയായിരിക്കും. അവിടെ നയാസനങ്ങൾ രാജരൂപത്തിലെ നയാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഉർസലേമിന്റെ കുശലം അന്വേഷിപ്പീൻ. നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. സഭയും നീ കണ്ടെന്നെ ഞാനില്ലായേ കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ. പൂർണ്ണ സ്നേഹ നീവിരകൾ പാഴാകാൻ സ്വസ്നേഹിതരാം സഹോദരന്മാരെ മുടി ജോടിച്ച നീതി പ്രിയനേ. കന്യകളെ പോ ചൂടാഭരണം ചോടിക്കണം. എന്നേക്കും സ്തുതിദാതനും നദിനന്ദനും റോകുതിശാക്കും. ആർദ്രയാൽ നാഥാദേവ ദാസിക്ക് ഗണമേ പുണ്യം. നിന്മഹിമോദേനാഥന് നിർത്തണമേ വലമായി വളേ. നേട്ടക്കാർക്കും വീടിനെ വാഴ്വോർക്കും വീട്ടെ ദേവേശായൻ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടേണോ. ഓർക്കെന്നെ മഷിഹാമന്ന നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിന്നാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽക. ആർദ്രയാനാദേവ ദാസിക്ക് ഗണമേ പുണ്യം. നിന്മഹിമോദേനാഥന് നിർത്തണമേ വരമായി വളേ. ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പ്രതിധാനത്തിനായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ തന്നെ മോചിപ്പിക്കണമേ. കർത്താവേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ നേരുള്ള വിവരങ്ങളിൽ സ്വർഗീയമാനാകമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ
ഞങ്ങളും നിന്നെ സ്തുതിച്ചു എല്ലാ പറയുന്നു. കാലത്തും എല്ലാ സമയത്തും വരും ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ സമാധാനം നിരപ്പും മനുഷ്യർക്ക് ശരണം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാമാരിക്ക് ദൈവമായ കർത്താവേ, നിന്നെയും യേശുവിശേഷനാദീയമായ കർത്താവേ, വിശുദ്ധ റുഹാർദിന്റെയും നിന്റെ സ്തുതിവൽപ്പുന്നതിനും സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും അതിനും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചതുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചതിനുമായുള്ളവേ, നിന്റെ വ്യാഴ്ച കൊള്ളണമേ. പിതാവിന്റെ വലത്തെ ഭാഗത്ത് മതത്തോടുകൂടി ഇരിക്കുന്നവനെ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധ റുഹാടെ ശിഷ്യ നീ മാത്രം പിതാവാ ദൈവത്തിന് മഹത്വമായ കർത്തവ്യമുള്ളവനുമാകുന്നു. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പിതാക്കന്മാർ ദൈവമായ സർവശക്തിയുള്ളവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പ്രാബല്യമുള്ളവനുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് വ്യക്തമാകുന്ന സകലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ നിനക്കും ഏകപുത്രനും ചെയ്യാനുള്ള പരിശുദ്ധമായിരിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പുകഴ്ച തീർച്ചയാകുന്നു. ഇറക്കി കൊണ്ടുവന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വനും സകലവും മനുഷ്യരാജം രക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി ശരിയായി തീർന്ന മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറിയവൻ മനുഷ്യരെ മിതിപ്പാൻ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സംസാരിച്ചവനുമായി വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാവുന്നു ഏറ്റുപറഞ്ഞ് പാർക്കുന്നു. സംസ്കാര ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ചുള്ളത് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ദൈവസന്നിധിയിലെ ശാശ്വതമായ വാസം ഈ പ്രിയ മാതാവിന് ലഭിക്കട്ടെ എന്ന് വീണ്ടും ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ കാർമ്മികരായിരുന്ന നമ്മുടെ ഇടവകയുടെ മുൻവികാരിമാരായ ബഹുമാനപ്പെട്ട മാത്യു വി തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട നയനാനമ്മനച്ഛൻ, ഈ ഇടവകയുടെ മകനും ഭവനത്തിലെ അംഗവുമാകുന്ന ബഹുമാനപ്പെട്ട വി ജി ജോണച്ചൻ, അതുപോലെ തന്നെ ഈ ഭവനത്തോട് ഏറെ ബന്ധമുള്ളതായ പള്ളിയുടെ പേരാണ് ഉമ്മയാറ്റുകര മർത്തോമ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് ജോസ് അച്ഛനോടുള്ളതായ പ്രത്യേകമായ സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അർപ്പിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ഈ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുള്ളതായ പ്രത്യേകമായ ആദരവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ മൃതദേഹം സംസ്കരിപ്പാനായിട്ട് സെമിത്തേരിയിലേക്ക് എടുക്കുകയാണ്. വത്സലരേ വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി തന്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമാ തന്റെ വേല ചെയ്തുകൊണ്ടും തന്റെ ക്രൂശു സംഘ വത്സലരേ ദൂര തിന്തിരം നിൽക്കും
അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവേ. സങ്കട കീർത്തനമെൻ പ്രേമാശ്ചര്യം കൂറും ദൂരന്മാർ ചേരും ചിതിരലകലും നേടും തേജസാത്മാ ഒഴുതനവും നാശം കൂടാതുരേൽക്കും സ്തുത്യൻ മാർത്താമറിയാൻ തൻ സോദരനാകുമല്ലോ സാജി എന്നാലും ജീവൻ കൽപ്പിച്ച നീയൻ ജീവൻ ത്തിൽ ജീവിക്കും നിന്നാഹ്വാനത്താമൃതസങ്കേതേ മൺമേന ആദാമോടനിയമം തള്ളിയ മൺമേനെ കേദിക്കേണ്ട നീതിയും ജീവനമേകേടും ദേവസുതൻ ഞാനെന്നോ ഈ ബഹുബലവാനാം സ്വർഗീയൻ സ്തുത്യൻ ചാതു രത്തട ഭവനത്തെ മനത്തിൽ ബന്ധി ത്രിപരെ പദവികളിൽ നിന്നോ ഭീകരരാകും വിധികർത്താക്കളുടെ ഭരണത്തിൽ നിന്നും നീക്കുന്നു കൃപ അനുദിനവോടുരുമേറ്റൊരു വിശ്വാസമേറ്റിടുമേ ധൂപത്താൽ പുണ്യം ജീവ പ്രധാനാമശിയാദിൻ ദൈവികമാമനഭാഗത്തവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടീരട്ടെ. ഉത്തരഭവനത്തെ മരണനുഖത്തിൽ ബന്ധി ചെറുവിജ്ഞൻ സൃഷ്ട ഉന്നതരായ്മേവും ത്രിപരെ പദവികളിൽ നിന്നും ഭീകരരാകും വിധിക താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പ വനതനവോട് ഉയരൻ്റെ ഉദരവുമേറ്റൊരു വിശ്വാസമൃതരേറ്റിടുമേ ധൂപത്താൽ പുണ്യം ജീവ പ്രധാനാമശിക നിൻ ദൈവികമാമരഭാഗ തവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ. ജീവ പ്രധാനാമശിക നിൻ ദൈവികമാമരഭാഗ തവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ. പ്രാർത്ഥന നിർവഹിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലുയ ഭക്തന്മാരെ ദൈവം കൃപ നാള് ഹോ ഹാലേലുയ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ശരണത്താലേ നിൻ കൃപയിൽ മടഞ്ഞൊരു ദാസിയെ ജീവസ്വരമുദനർദ്ദനമേ കബറേനുധ്യാനത്തിനായി ഉയരത്തിൽ നിന്നേ ജീവമൃതരാവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നവരവരോടെഴുന്നേറ്റു ഉയരേകം നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തംപാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനാവിട ഞാനെന്നും പാനങ്ങത്തിട്ട് മരിച്ചത് ഞാൻ എന്നും തന്നരുളിന് മഹത്വം അറിയോറാഹേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന് ദിവസത്തിൽ സൃഷ്ടി പുതുതാക്കി അനുകൂലമാക്കണമേ. കർത്താവിന്റെ ആശ്രയത്തെക്കുറിച്ച് മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിലാരെ വസിപ്പിക്കണമേ. ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുമാറാകണമേ. ആമീൻ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ കൃപയാലും മഹാകരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ വാങ്ങിപ്പോവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തിൽ നിന്നുള്ള ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസിക്ക് പാപപരിഹാരം നൽകുമാറാകണമേ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയത്താൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതുമായ വാഗ്ദാനം കർത്താവ് ഈ മകൾക്ക് നൽകുമാറാകട്ടെ. കർത്താവേ, മാതാവിൻ്റെ പാപങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണമായ ഇഹലോകത്തിൽ വെച്ച് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും ക്ഷമിച്ച് മായ്ച്ചു കളയുകയും നിന്റെ മഹാകരുണയെ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. നീതിമാന്മാരിൽ കരുണ ചെയ്യുന്നവനായ കർത്താവ് ഇതിൻ്റെ മകളിലും കരുണ ചെയ്യുമാറാകട്ടെ. കർത്താവേ, ആദ്യത്തിനായ ലാസനോടുകൂടെ എവിടെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിപ്പിക്കുമാറാകണമേ. കാരുണ്യമാകുന്ന നല്ല എണ്ണ കൊണ്ട് തങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോകാതെ സൂക്ഷിച്ച
ബുദ്ധിമതികളായ 5 കന്യകമാരോടൊപ്പം ദൈവം ഈ മാതാവിനെയും ചേർക്കുമാറാകട്ടെ. വത്സല സഹോദരങ്ങളെ, പരസ്പരം ആശ്വസിപ്പിപ്പീൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവീൻ, മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിപ്പീൻ. മൃതിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്നുഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിൽ പോകുന്നതാവുന്നു എന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകളെന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവിക തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് സമാധാനവും ശാന്തി നൽകുമാറാകട്ടെ. കർത്താവ് നിന്റെ കരുണയാൽ നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹ നിങ്ങൾക്ക് ഉത്തരമരുളും. ദൈവം തമ്പുരാൻ തന്നെ സന്നദ്ധ പ്രാപിച്ചിരിക്കുന്ന നിലദാസിയും ആരാധികയുമായ ഇവിടെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ എന്നും എന്നേക്കും 2 ലോകങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമാറാകണമേ. ആമേൻ. പാർക്കുമോർ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമാകുന്ന ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരുങ്ങുന്ന സംബന്ധിങ്ങളെല്ലാവരെയും തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നമ്മയും നമ്മുടെ വാങ്ങിപ്പോയവരെയും പ്രത്യേകിച്ച് ദൈവസനത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ആത്മാവിനെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ ധൈര്യം നൽകി സമാധാനപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനവും കുറവുള്ളതുമായ നമസ്കാരങ്ങളും ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഉന്നതവും ശ്രേഷ്ഠവുമായ അവിടുത്തെ സിംഹാസനം മുമ്പാകെ എന്ന് വന്നേക്കും കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാകണമേ. ആ ബോറോ കാദീശോ അതാലോഹോ ഷാറിറോഹോശോ ബുലസ്വാലോൽമീ. പിതാവാദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ഒരുപാട് സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന പര്യാദയുടെ ആത്മാവിന് മേലും കുടുംബ അംഗങ്ങൾ സർഗലരുടെ മേലും സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോയിട്ടുള്ള സകല പര്യാദയുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും ഇപ്പോഴും എന്നാണ് സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. സംസ്കാര ശുശ്രൂഷയുടെ പൂർണ്ണമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോസച്ചൻ, ബഹുമാനപ്പെട്ട ജോണച്ചൻ, റജിയച്ചൻ, അജിയച്ചൻ, വൈദിക ശ്രേഷ്ഠ എല്ലാവരുള്ളതായ ആദരവ് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവി